ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും 3 ആൺമക്കളുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് കാടിനരികിലുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു താമസം. അപ്പൂപ്പന് വളർത്തുമൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അപ്പൂപ്പന് ഒരു ആടിനെ വളർത്തിയാൽ കൊള്ളാൻ തോന്നി. അപ്പൂപ്പൻ അമ്മൂമ്മയോട് പറഞ്ഞു, നമുക്ക് ചന്തയിൽ പോയി ഒരു ആടിനെ വാങ്ങാം, അവനെ നമുക്ക് ഓമനിച്ച് വളർത്താം. അമ്മൂമ്മ സമ്മതിച്ചു. അപ്പൂപ്പൻ ചന്തയിൽ പോയി ഒരുപാട് അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കണ്ടുപിടിച്ചു. നല്ല ഭംഗിയുള്ള ഒരു ആട്ടിൻകുട്ടി. അപ്പൂപ്പൻ അതിനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. ചെറിയൊരു കൂടൊക്കെ ഉണ്ടാക്കി അതിനുള്ളിലാക്കി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ അപ്പൂപ്പൻ മൂത്ത മകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നീയാണ് ആടിനെ തീറ്റാൻ പോകേണ്ടത്. സന്ധ്യ വരെ നീ ഇന്ന് ആടിനെ നോക്കണം. അതിന് കാട്ടിലെ ഇളം പുല്ല് മാത്രമേ തിന്നാൻ കൊടുക്കാവൂ. കാട്ടരുവിയിലെ തെളിഞ്ഞ വെള്ളം മാത്രമേ അതിന് കുടിക്കാൻ കൊടുക്കാവൂ. അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ തണലിലാണോ കിടക്കുന്നത് നീ പ്രത്യേകം നോക്കണം. അതിനെ വന്യമൃഗങ്ങളൊന്നും പിടിക്കാതെ പ്രത്യേകം സൂക്ഷിക്കുകയും വേണം. മകൻ സമ്മതിച്ചു. അവൻ ആടിനെയും തെളിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി. വൈകുന്നേരം വരുമ്പോൾ ദൂരെ നിന്നേ കണ്ടു അപ്പൂപ്പൻ വാതുക്കെ തന്നെ നോക്കി നിൽപ്പുണ്ട്. മകൻ നടന്ന് വീട്ടിലെത്തും മുമ്പേ ആട് ഓടി അപ്പൂപ്പൻ അടുത്തെത്തി. മകൻ നടന്ന് ക്ഷീണിച്ച് അടുത്തെത്തിയപ്പോൾ അപ്പൂപ്പൻ ഒന്നും ചോദിച്ചില്ല. പകരം ആടിനോട് ചോദിച്ചു, ആടേ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നോ? ആട് ഒന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനിന്ന് മുഴുവൻ പട്ടിണിയായിരുന്നു അപ്പൂപ്പ. എനിക്ക് തിന്നാനൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് കുടിക്കാൻ തന്നതാണെങ്കിൽ കുറേ ചേറ് നിറഞ്ഞ തോട്ടിലെ വെള്ളം. എന്നെയാണെങ്കിൽ ഒരു പുലി പിടിക്കാൻ വന്നു. ഞാൻ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പൂപ്പന് ദേഷ്യം വന്നു. അപ്പൂപ്പൻ മോനോട് ചോദിച്ചു, വെറും ഒരാടിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അതുപോലെ വൃത്തിയായിട്ട് നിനക്ക് നോക്കാൻ വയ്യേ? നിന്നെ ഇനി എൻ്റെ വീട്ടിൽ വേണ്ട, നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ. അപ്പൂപ്പൻ മൂത്ത മകനെ ഓടിച്ചു വിട്ടു. ആടിനെ കൂട്ടിലാക്കി അടച്ചു. പിറ്റേന്ന് രാവിലെ രണ്ടാമത്തെ മകനെ വിളിച്ചിട്ട് അപ്പൂപ്പൻ പറഞ്ഞു, നീ വേണം ഇന്ന് ആടിനെ തീറ്റാൻ കൊണ്ടുപോകാൻ. അതിന് ഇളം പുല്ല് കൊടുക്കണം. കാട്ടരുവിയിലെ ശുദ്ധജലം മാത്രമേ കുടിപ്പിക്കാവൂ. അതിനെ മൃഗങ്ങളൊന്നും പിടിക്കാതെ നോക്കണം. തണലത്തെ ഉറക്കാവൂ. രണ്ടാമത്തെ മകനും സമ്മതിച്ചു. അവനും ആടിനെയും കൊണ്ട് കാട്ടിപ്പോയി. വൈകുന്നേരം തിരിച്ചു വന്നു. ദൂരെ നിന്നേ കണ്ടു അപ്പൂപ്പൻ മുറ്റത്ത് നിൽപ്പുണ്ട്. ആട് ഓടിച്ചെന്ന് അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി. എനിക്കിന്ന് ഉണക്കപ്പുല്ല തിന്നാൻ കിട്ടിയത്. വെള്ളമേ കുടിക്കാൻ തന്നില്ല. എന്നെ ഒരു സിംഹം കണ്ണു വെക്കുകയും ചെയ്തു. ഞാൻ ഒരു വിധത്തിലാണ് അവിടുന്ന് രക്ഷപ്പെട്ട് ഇങ്ങി പോകുന്നത്. അപ്പൂപ്പൻ രണ്ടാമത്തെ മകനോട് ദേഷ്യപ്പെട്ടു. നിനക്ക് ഒരു കുഞ്ഞാടിനെ നോക്കാൻ പോലും അറിവില്ലേ? നിന്നെ ഇവിടെ വേണ്ട, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ. അപ്പൂപ്പൻ രണ്ടാമത്തെ മകനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിറ്റേന്ന് മൂന്നാമത്തെ മകൻ്റെ ഊഴമായിരുന്നു ആടിനെ തീറ്റാൻ പോകാൻ. വൈകുന്നേരം അവൻ ആടിനെയും കൊണ്ട് വരുമ്പോൾ അപ്പൂപ്പൻ മുറ്റത്ത് തന്നെ നോക്കി നിൽപ്പുണ്ട്. അപ്പൂപ്പൻ ആടിനോട് ചോദിച്ചു, കുഞ്ഞാടേ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ദിവസമായിരുന്നോ? കുഞ്ഞാട് പറഞ്ഞു, ഞാനിന്ന് പട്ടിണിയായിരുന്നു. എനിക്ക് കുറേ കരിയില അല്ലാതെ ഒന്നും തിന്നാൻ കിട്ടിയില്ല. പിന്നെ ഇവൻ എനിക്ക് കുറച്ച് നാറിയ വെള്ളമാണ് കുടിക്കാൻ തന്നത്. അതെനിക്ക് കുടിക്കാനേ പറ്റിയില്ല. എന്നെ ഒരു ചെന്നായ പിടിക്കാൻ വരികയും ചെയ്തു. അപ്പൂപ്പൻ ഇളയ മകനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. പിറ്റേന്ന് അപ്പൂപ്പൻ അമ്മൂമ്മയോടാണ് പറഞ്ഞത് ആടിനെ തീറ്റാൻ പോകാൻ. അമ്മൂമ്മ വൈകിട്ട് ആടിനെയും കൊണ്ട് വന്നപ്പോൾ അപ്പൂപ്പൻ ആടിനോട് ചോദിച്ചു, കുഞ്ഞാടേ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? ആട് പറഞ്ഞു, ഇന്ന് ഞാൻ പട്ടിണിയായിരുന്നു. എനിക്കിന്ന് ഒരു തരി പുല്ല് പോലും തിന്നാൻ തന്നില്ല. കുടിക്കാനാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. ഞാനിന്ന് പൊരി വെയിലാണ് കിടന്നുറങ്ങിയത്. അമ്മൂമ്മ എന്നെ നോക്കിയതേ ഇല്ല. അപ്പൂപ്പന് ദേഷ്യം വന്നു. അപ്പൂപ്പൻ അമ്മൂമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിറ്റേന്ന് അപ്പൂപ്പൻ തന്നെയാണ് ആടിനെ തീറ്റാൻ പോയത്. അപ്പൂപ്പൻ ആടിനെയും കൊണ്ട് കാട്ടിനുള്ളിൽ ചെന്നു. എന്നിട്ട് നല്ല ഇളം പുല്ല് പറിച്ച് അതിന് തിന്നാൻ കൊടുത്തു. അരുവിയിലെ നല്ല തെളിഞ്ഞ വെള്ളം കോരി കുടിക്കാൻ കൊടുത്തു. ആടിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ അപ്പൂപ്പൻ നോക്കി. ഒരു വന്യമൃഗങ്ങളും അതിൻ്റെ അടുത്ത് വരാതെ അപ്പൂപ്പൻ അതിൻ്റെ കൂടെ തന്നെ നിന്നു. പിന്നെ ആടിനെ ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ നല്ല ഒരു മരത്തിൻ്റെ തണലിൽ അതിനെ കിടത്തി ഉറക്കി. വൈകുന്നേരം അപ്പൂപ്പൻ അതിനെയും കൊണ്ട് വീട്ടിൽ ചെന്നു. വീട്ടിലെത്തി കൂട്ടിലാക്കുന്നതിന് മുമ്പ് അപ്പൂപ്പൻ ആടിനോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലൊന്നും അല്ലല്ലോ, ഇന്ന് നിനക്ക് സന്തോഷമല്ലേ? നിനക്കിന്ന് നല്ല സുഖമായിരുന്നല്ലോ. അപ്പോൾ ആട് പറഞ്ഞേ, എന്ത് സുഖം? എനിക്കിന്ന് പട്ടിണിയായിരുന്നു. എനിക്കിന്നൊന്നും കഴിക്കാൻ കിട്ടിയില്ല. എനിക്ക് വെള്ളം കുടിക്കാനും കിട്ടിയില്ല. എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും പറ്റിയില്ല. എനിക്കിന്ന് ആകെ പേടിയായിരുന്നു എന്നെ ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് പിടിക്കുമോയെന്ന്. അപ്പൂപ്പൻ ഞെട്ടിപ്പോയി. ഈ കള്ളയാടാണ് തൻ്റെ ഭാര്യയും മക്കളെയും പുറത്താക്കാൻ കാരണമെന്ന് അപ്പൂപ്പന് മനസ്സിലായി. അപ്പൂപ്പൻ ഉടൻ തന്നെ അടുക്കളയിൽ ഓടി
അടുക്കളയിൽ നിന്ന് വെട്ടുകത്തിയെടുത്ത് കൊണ്ടുവന്ന് ആടിനെ വെട്ടിക്കൊന്ന് കറി വെച്ച് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കറി വെച്ച് കൊടുക്കാമെന്നാണ് അപ്പൂപ്പൻ വിചാരിച്ചത്. പക്ഷേ അപ്പൂപ്പൻ ഓടുന്നത് കണ്ടപ്പോഴേ ആടിന് കാര്യം മനസ്സിലായി. ആട് കയറും പൊട്ടിച്ച് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു കാട്ടിലേക്ക്. ഓടി 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 അവൻ കാടിനുള്ളിൽ ചെന്നു. ഇരുട്ടാറായി. എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണം. അവൻ നോക്കുമ്പോൾ ഒരു മുയലിൻ്റെ മാളം കണ്ടു. അവന് മുയലിൻ്റെ മാളത്തിനുള്ളിൽ കയറി കിടന്നു. ഈ സമയത്ത് മുയൽ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് തൻ്റെ മാളത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അവൻ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ആരോ അനങ്ങുന്നു. ഒരു വെളുത്ത നിറവും കാണാം. അവന് പുറത്തു നിന്ന് വിളിച്ചു ചോദിച്ചു, നീ ആരാടാ? അപ്പോൾ ആട് പറഞ്ഞു, ഞാനൊരാട്. പക്ഷേ ഞാനൊരു ചെറിയ ആടാന്നൊന്നും നീ വിചാരിക്കണ്ട. ഞാനൊന്ന് അലറിയാൽ നീ ഞെട്ടിപ്പോകും. എൻ്റെ കാല് പൊക്കി നിന്നെ ഒന്ന് ചവിട്ടിയാൽ നീ അരഞ്ഞ് ചമ്മന്തി ആയിപ്പോവും. എൻ്റെ കൊമ്പുകൊണ്ട് നിൻ്റെ ദേഹത്തൊന്ന് കുത്തിയാൽ നിൻ്റെ ദേഹം പിളർന്ന് രണ്ടായിപ്പോവും. അങ്ങനത്തെ ഒരു ഭീകരനാടാ ഞാൻ. ഇന്നു മുതൽ ഞാൻ ഈ വീട്ടിലാണ് താമസം. നിനക്ക് വല്ല പരാതിയുണ്ടോ? പേടിച്ചു പോയ മുയൽക്കുഞ്ഞ് അവിടുന്ന് ഒരൊറ്റ ഓട്ടം ഓടിപ്പോയി തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ വേരിനിടയിൽ പോയിരുന്നിട്ട് കരയാൻ തുടങ്ങി. ഉറക്കെയാണ് കരയുന്നത്. ഈ കരച്ചിൽ കേട്ടതൊരു കരടി വന്നു. കരടി ചോദിച്ചു, എന്തിനാ മുയലെ കരയുന്നേ? അപ്പോൾ മുയൽ പറഞ്ഞു, എൻ്റെ ചേട്ടാ എന്ത് പറയാനാ, ഞാൻ ഒന്ന് കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ വീടിനകത്ത് ഒരു ഭീകരൻ ആട് കയറി താമസമായി. അവൻ ഇറങ്ങി തരുന്നില്ല. എനിക്കിപ്പോൾ വീടില്ല. അപ്പോൾ കരടി പറഞ്ഞു, അയ്യേ, നീ ഒരു ആടിനെ പേടിച്ചാണ് ഇവിടെ വന്നിരുന്ന് കരയുന്നേ. വാ, എൻ്റെ കൂടെ വാ, ഞാൻ വന്ന് ആടിനെ ഓടിച്ചേരാം. അങ്ങനെ കരടി മുയലിൻ്റെ മാളത്തിനടുത്തെത്തി. എന്നിട്ട് അകത്തോട്ട് നോക്കി വിളിച്ചു പറഞ്ഞു, നീ ആരാടാ? ഇങ്ങോട്ട് ഇറങ്ങി വാ. അപ്പോൾ ആട് പറഞ്ഞു, ഞാനൊരു കുഞ്ഞാടാണെന്ന് നീ വിചാരിക്കേണ്ട. എനിക്ക് നല്ല ബലമാണ്. എൻ്റെ കൊമ്പ് കൊണ്ട് നിൻ്റെ വയറ്റത്തൊന്ന് തട്ടിയാൽ മതി, വയറ് പൊട്ടി നീ ചത്തുപോകും. എൻ്റെ കാലുകൊണ്ടൊന്ന് തട്ടിയാൽ മതി, നീ തെറിച്ച് മരത്തിന് മേളിലെ കൊമ്പിപ്പോയിരിക്കും. ഞാനൊന്ന് അലറിയാലുണ്ടല്ലോ നിൻ്റെ ചെവി പൊട്ടിപ്പോകും. കരടി പേടിച്ചു പോയി. അയ്യോ, ഇങ്ങനെയൊക്കെയുള്ള ആടുകളോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. കരടി മുയലിനെ വിളിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അവർ രണ്ടും കൂടെ ഓടി 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 കുറേ ദൂരം ചെന്നപ്പോൾ ഒരു വലിയ ചെന്നായ വരുന്നത് കണ്ടു. ചെന്നായി ചോദിച്ചു, നിങ്ങൾ രണ്ടും കൂടെ എവിടെ പോവാ? അപ്പോൾ കരടി പറഞ്ഞു, അയ്യോ, ഈ മുയലിൻ്റെ വീടിനുള്ളിൽ ഒരു ഭീകരൻ ആട് കയറി താമസമായി. അവൻ ഇറങ്ങി കൊടുക്കുന്നില്ല. അവനെ പേടിച്ചിട്ട് ഞങ്ങൾ ഓടുക. ചെന്നായി പറഞ്ഞു, മോശം. ഒരാടിനെ പേടിച്ചാണോ നിങ്ങൾ ഓടുന്നത്? വാ, എൻ്റെ കൂടെ വാ, ഞാൻ ആടിനെ ഓടിച്ചു തരാം. അങ്ങനെ ചെന്നായ അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് മാളത്തിനടുത്തെത്തി. എന്നിട്ട് അകത്തോട്ട് നോക്കുമ്പോൾ വെളുത്ത നിറത്തിൽ എന്തോ അനങ്ങുന്നത് കാണാം. ചെന്നായ പറഞ്ഞു, നീ ആരാടാ? ഇങ്ങോട്ട് ഇറങ്ങി വാ. അപ്പോൾ ആട് പറഞ്ഞു, ഞാനാണ് കുഞ്ഞാട്. എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ല. ഞാൻ ശരിക്കൊന്നും അലറിയാൽ നീ ഇവിടുന്ന് വാലും പൊക്കി ഓടും. എൻ്റെ കാലുകൊണ്ട് നിനക്കൊരു തട്ട് തന്നാലുണ്ടല്ലോ, നീ തെറിച്ച് ദൂരെ മരത്തിൻ്റെ ചില്ലേ പോയിരിക്കും. എൻ്റെ കൊമ്പ് കൊണ്ടൊന്ന് കുത്തിയാലുണ്ടല്ലോ, നീ മുറിഞ്ഞ് പല കഷ്ണമായിപ്പോവും. ചെന്നായ പേടിച്ചു പോയി. ചെന്നായയും കരടിയും മുയലും കൂടെ ഓട്ടമായി. ഓടി കുറച്ച് ദൂരം ചെന്നപ്പോൾ വഴിയിലൊരു ഞണ്ട് കിടക്കുന്ന കണ്ടു. ഞണ്ട് ചോദിച്ചു, ആഹാ, നിങ്ങൾ 3 പേരും എങ്ങോട്ട് ഓടിപ്പോവാ? അപ്പോൾ ചെന്നായ പറഞ്ഞു, അയ്യോ, ഈ മുയലിൻ്റെ വീട്ടിൽ ഒരു ഭീകരൻ ആട് കയറി താമസമായി. അവനെ പേടിച്ചിട്ട് ഓടുക ഞങ്ങൾ. ഞണ്ട് പറഞ്ഞു, എന്തിനാ നിങ്ങളൊരു ആടിനെ പേടിക്കുന്നത്? നിങ്ങൾ ഇത്ര വലിയ മൃഗങ്ങളല്ലേ, വാ, എൻ്റെ കൂടെ വാ, ഞാൻ ആടിനെ ഓടിച്ചു തരാം. ഞണ്ട് അവരെ 3 പേരെയും വിളിച്ചുകൊണ്ട് മുയലിൻ്റെ മാളത്തിനടുത്തെത്തി. വാതിക്കെ കാത്തൊന്നുമില്ല. അവൻ നേരെ മാളത്തിനകത്തേക്ക് ചെന്നു. നോക്കുമ്പോൾ മുയലിൻ്റെ അടുപ്പിനടുത്ത് ചൂട് പിടിച്ച് കിടന്നുറങ്ങുകയാണ് കുഞ്ഞാട്. ഞണ്ട് ഉറക്കെ ചോദിച്ചു, നീ ആരാടാ? അപ്പോൾ ആടുണർന്നിട്ട് പറഞ്ഞു, ഞാൻ കുഞ്ഞാട്. ബാക്കി കഥയൊന്നും കേൾക്കാൻ ഞണ്ട് കാത്തു നിന്നില്ല. അവന് ആടിൻ്റെ വയറ്റത്ത് ചെന്ന് നല്ല ഒരു കടി വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്നെ എല്ലാവർക്കും പേടിയായിരിക്കും കുഞ്ഞാടെ, പക്ഷേ എനിക്ക് നിന്നെ ഒരു പേടിയില്ല. ഞാനൊന്ന് ഇറുക്കിയാലുണ്ടല്ലോ, നീയെ മുറിഞ്ഞ് താഴെ വീഴും. കുഞ്ഞാട് പേടിച്ച് മാളത്തിൽ നിന്ന് പുറത്ത് ചാടി. പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു കരടിയും ചെന്നായും മുയലും. ആഹാ, ഇത്ര ഒരു കുഞ്ഞാടാണോ തങ്ങളെ പേടിപ്പിച്ചത് എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടെ കുഞ്ഞാടിന് നേരെ ചെന്നു. ചെന്നായും കരടിയും കണ്ടപ്പോഴേ കുഞ്ഞാടിന് പേടി വന്നു. അവൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി അപ്പൂപ്പൻ്റെ മുറ്റത്ത് നിന്ന് കരഞ്ഞു. അപ്പൂപ്പനാണെങ്കിൽ ഈ സമയം കൊണ്ട് തൻ്റെ വീട് വിട്ടുപോയ ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരു വിരുന്നൊരുക്കി കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വീട്ടുമുറ്റത്ത് നിന്നൊരു കരച്ചിൽ.
മേ മേ എന്നൊരു കരച്ചിൽ. കുഞ്ഞാട് തിരിച്ചു വന്ന കാര്യം അപ്പൂപ്പന് മനസ്സിലായി. അപ്പൂപ്പൻ പറഞ്ഞു, ഈ കുഞ്ഞാട് ഒരു അഹങ്കാരി കുഞ്ഞാട്, ഇവനെ ഇനി കാട്ടിലൊന്നും കൊണ്ടുപോയി തീറ്റണ്ട, വീട്ടിൽ കെട്ടിയിട്ട് ഇവിടെയുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി, അങ്ങനെ വളർത്തിയാൽ മതി ഇവനെ. അങ്ങനെ അപ്പൂപ്പൻ വീണ്ടും കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ട് വന്ന് നല്ല ബലമുള്ളൊരു കയറുകൊണ്ട് കെട്ടി കൂട്ടിലിട്ട് അടച്ചു. ഇഷ്ടമായോ കുഞ്ഞാടിൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.